ഇക്കുറി മാവേലി വരുമ്പോൾ ചോദിക്കും, ചാണ്ടി പണി തന്നു അല്ലടാ മലയാളിന്ന്. അല്ല, ഒരു കണക്കിന് ശരിയാണ്. എത്ര കാലം മോന്തിയിട്ട ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റി കള്ളിൻ്റെയും കള്ളുകുടിയന്മാരുടെയും സ്വന്തം നാട് എന്നാക്കി കിട്ടിയത്. അതെല്ലാം ഇനി വെള്ളത്തിലാവും എന്നാണ് പലരും പറയുന്നത്. അതിനിത്തിരി പുളിക്കും. പൂരം തുടങ്ങണല്ലേ ഉള്ളൂ. എപ്പോഴെല്ലാമാണോ അധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നത് അപ്പോഴെല്ലാം ഞാൻ അവതാരമെടുക്കും എന്ന് പണ്ടൊരു പുള്ളി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തന്നെ സംഭവിക്കും. എവിടെയെല്ലാം എപ്പോഴെല്ലാം നിരോധനം ഏർപ്പെടുത്തിയോ അവിടെയെല്ലാം അപ്പോഴെല്ലാം അവർ അവതരിക്കാറുണ്ട്. ആര്? നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാര്യാക്കാടി വർക്കി, കുഞ്ഞീസൻ കണാരൻ, മൈക്കന്തോട് ഉമ്മർ, ജോൺ, ജോണി, ജനാർദ്ദനൻ, അങ്ങനെ പലരും അവതരിക്കും. ജാതിയും മതവും നോക്കാതെ നിരോധനങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കി അവർ നമ്മളുടെ കൊച്ചു കേരളത്തിൽ കിടന്നു മെയ്യും. അവരെല്ലാം പലതരം കുപ്പികൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പച്ചയും നീലയും ചുവപ്പും കുപ്പികൾ. ഓരോ ഇനവും ഓരോ വീര്യവും കുപ്പി നോക്കി തിരിച്ചറിയാൻ പാകത്തിന്. നമ്മളോടാ കളി. അല്ലെങ്കിലും നമ്മൾ മലയാളികൾ അല്പം ഡിഫറൻറ്റാ. ലോകം മുഴുവൻ ദേവന്മാരുടെ പിന്നാലെ മണ്ടുമ്പോൾ എല്ലാ വർഷവും ഒരു അസുരനെ വരവേൽക്കുന്നവരാ നമ്മൾ മലയാളികൾ. പക്ഷെ ഒരു സംശയം, മദ്യം തലയ്ക്ക് പിടിച്ച് എത്ര പേരെ കൊന്നിട്ടുണ്ട്? പക്ഷെ മതം തലയ്ക്ക് പിടിച്ചിട്ടോ ജീവൻ പോയവരുടെ കണക്ക് കുറച്ചധികം തന്നെ. എന്നാ പിന്നെ മദ്യത്തിനൊപ്പം മതവും അങ്ങ് നിരോധിച്ചാലോ? ഒരു ഫേസ്ഡ് അപ്രോച്ച് മതി. ആദ്യം പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാക്കിയാലോ? എന്താ ചാണ്ടി സാറേ? അല്ല, ഒരു സംശയം തോന്നിയപ്പോൾ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും മർത്യ, നീ ഒന്നും കൂടി ഇങ്ങ് ഒഴിക്കുക. ഒരു ഓണൊക്കെയല്ലേ